ഹലോ ഹായ് നമസ്കാരം. കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തിരുവോണത്തിൻ്റെ സദ്യയാണ് കാണിക്കാൻ പോകുന്നത്. കാരണം സദ്യ ഞാൻ അധികമൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് സാമ്പാറും ഒരു തോരനും ഒരു അച്ചാർ, കിച്ചടി, പപ്പടം, തൈര് അത്രയും കൂട്ടമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പായസമൊന്നും വെക്കുന്നില്ല. കാരണം ഉച്ചക്കത്തെ ഇവിടുത്തെ ഊണ് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ അമ്മ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പായസമൊക്കെ കുടിക്കാമല്ലോ എന്നോർത്ത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ സദ്യ ഉണ്ണാൻ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാമ്പാർ, തോരനും അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നാത്തൂനും ആങ്ങളയും കൊച്ചും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും സാമ്പാർ എല്ലാം റെഡിയായി ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. പിള്ളേർക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഉത്രാടം മുതൽ തിരുവോണം, അവിട്ടം, ചതയം എല്ലാ ദിവസങ്ങളിലും ഓരോ വീട്ടിലാണ് സദ്യ. അച്ഛൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ ചേട്ടന്മാരുടെ വീട്ടിലും അച്ഛൻ്റെ അനിയന്മാരുടെ വീട്ടിലും എല്ലാവരുടെയും വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ട് എല്ലാവരും അമ്മമാരും എല്ലാവരും കൂടെ കൂടി സദ്യയൊക്കെ ഉണ്ടാക്കി പിള്ളേരെല്ലാവരും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഓണം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഫോണിനകത്തും ടി വിക്കകത്തും പിള്ളേർ കയറുന്ന കാണും. പക്ഷേ അല്ലാതെ കളിയോ ചിരിയോ ഒരു പരിപാടിയില്ല. ഇച്ചിരി ചോറുണ്ണും. ചിലർ വീട്ടിലുണ്ടാക്കും, ചിലർ പാഴ്സൽ മേടിച്ച് സദ്യ ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓണം. നമ്മുടെയൊക്കെ പഴയ കാലത്തുള്ള ഒരു ഓണത്തിൻ്റെ ഒരേതായ ഒരാഘോഷവും ഇപ്പോൾ ഇല്ല. നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണ്. ഇപ്പോൾ ഉള്ള തലമുറയിലേക്ക് ഉള്ള പിള്ളേർക്കൊന്നും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഞാനിത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആ ചോറ് വിളമ്പിയ കൂടെ തന്നെ ഞങ്ങൾക്കൊരു പൂച്ചക്കുഞ്ഞുണ്ട്. ബ്ലാക്കി എന്നാണ് പേര്. അവനും ഞങ്ങൾ ഈ കൂടെ തന്നെ ഇലയിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ബ്ലാക്കി ഇരുന്നുകൊണ്ട് ഇലയ്ക്കകത്ത് ചോറിനെന്ന് കണ്ടോ. അവനും ഞങ്ങളെല്ലാവരും ഇരുന്ന് കൊടുത്ത പോലെ തന്നെ ഇലയ്ക്കകത്ത് എല്ലാ വിഭവങ്ങളും വിളമ്പി അവനും കൊടുത്ത്. ഞങ്ങൾക്കൊരു ബ്ലാക്കി ഉണ്ടായിരുന്നു, ഒരു കിറ്റി ഉണ്ടായിരുന്നു. കിറ്റി ചത്തുപോയി. രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. എന്നാലും അവനിതേ ചോറിനൊന്നും കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. എല്ലാവർക്കും ചോറെല്ലാം വിളമ്പി എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഓണത്തിന് സദ്യ ഉണ്ണുന്ന രംഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾക്കൊരു താരമുണ്ട്, ഒരു കുഞ്ഞു താരം. ആ പുള്ളി ഇപ്പോൾ വരും ചോറുണ്ണാനായിട്ട്. അച്ഛൻ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയാണ്. അവൻ അച്ഛൻ്റെ കൂടെ ഇരുന്നേ ചോറുണ്ണുള്ളൂ. അവൻ ഞങ്ങളുടെ അവളുമാർ രണ്ടിൻ്റെയും കുഞ്ഞാങ്ങളെയാണ് ഇരിക്കുന്ന പുള്ളി. അച്ചായും ചേട്ടായും പൂച്ചക്കുഞ്ഞും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ അച്ചായുടെ അടുത്താണ് ഇരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിട്ട് ചോറുണ്ണുന്ന കാണാൻ എന്ത് രസം. ഇതുപോലെയൊക്കെ എല്ലാ കാലത്തും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ എല്ലാവർക്കും. എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞ് നാത്തൂൻ ഇരിപ്പുണ്ട് അവിടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.